നിന്റെ കാമുകിയെ തേടി വന്നതായിരിക്കും അല്ലേ? അതെ, ഞാൻ മരിച്ചിട്ടില്ല. ഇത് ഹൃദയശുദ്ധിയുള്ളവർക്കുള്ള വേഷമാണ്, ചെകുത്താന്മാർക്കുള്ളതല്ല. അതെ, ഞാൻ ചെകുത്താനാണ്. ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട, കീഴടങ്ങുന്നതാണ് നല്ലത്. ഇല്ല, ഇതിനകത്ത് ആര് കടന്നാലും ഞാൻ വെടിവെച്ച് വീഴ്ത്തും. നിങ്ങൾ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? രക്ഷയുടെ അടയാളമായ കുരിശിന്റെ മറവിൽ. നിങ്ങളുടെ ആത്മാവിനെങ്കിലും രക്ഷ കിട്ടണമെങ്കിൽ കീഴടങ്ങൂ. ഇല്ല, മരണത്തിന്റെ മുന്നിൽ പോലും ഞാൻ കീഴടങ്ങില്ല. വേണ്ട സാർ, വേണ്ട. ഞാൻ ചെയ്ത പാവങ്ങൾക്ക് ദൈവം തന്നെ ശിക്ഷ തന്നു. മരിക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാം തുറന്നു പറയാം. ആലീസിനെ കല്യാണം കഴിക്കണമെന്ന് ജോണി എന്നോട് പറഞ്ഞു. എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ കരുതി. തന്ത്രപൂർവം ഞാൻ ജോണിയെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയച്ചു. പക്ഷേ ഗർഭിണിയായ ആ പെണ്ണ് ആരും അറിയാതെ ഒരു രാത്രി എന്റെ വീട്ടിൽ വന്നു. ഇന്ന് 30,000 രൂപയുള്ളൂ, വാങ്ങിക്കൂ. എനിക്ക് പണമല്ല ആവശ്യം. ജോണിയെ നീ മറന്നേക്ക്. ഇനി അത് സാധ്യമല്ല. എന്റെ മകനെ സ്വപ്നം കാണാൻ നിനക്ക് പറ്റില്ല. ഞാൻ ഈ നാട്ടിൽ പോവില്ല. പോയില്ലേ? ഇല്ല, ഇല്ല, ഇല്ല. നീ എന്താ ഈ ശവം എടുത്തുകൊണ്ടുപോയി ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും മരത്തിൽ കെട്ടി നോക്ക്. അച്ഛൻ ആശുപത്രിയിലായിരുന്നപ്പോ എന്റെ സ്വാധീനം ഉപയോഗിച്ച് അവളെ ഞാൻ ഈ സിമിത്തേരിയിൽ അടക്കി. പക്ഷേ അവളുടെ മരണത്തിൽ സംശയം തോന്നിയ അച്ഛൻ അങ്ങയുടെ സഹായത്തോടെ ശവം മാന്തിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നതായി ഞാൻ അറിഞ്ഞു.
അത് സംഭവിച്ചാൽ എന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരുന്നതിന്റെ തലേ ദിവസം രാത്രി ഉണ്ണിയെയും കൂട്ടിക്കൊണ്ട് ഞാൻ സെമിത്തേരിയിലേക്ക് വന്നു. ഉണ്ണി, നല്ല മഴ വരുന്നുണ്ട്. അതിനു മുമ്പ് കുഴി തോണ്ടി പെട്ടി പുറത്തെടുക്കണം. ആ വേഗമായിട്ട്. എന്താ ചെയ്യുന്നത്? ഈ ശവം പുറത്തെടുക്കണം, വീണ്ടും പറ്റി കുഴിച്ചു പോകണം. എന്നിട്ട് ഈ ശവം കാറിൽ കൊണ്ടുപോയി രഹസ്യമായി കുഴിച്ചു പോകണം. അവിടെ ദൈവനീതിക്ക് ചേരുന്ന കാര്യമാണോ ഈ ചെയ്യുന്നത്? അച്ഛോ, എനിക്കൊരു തെറ്റുപറ്റി, എന്നെ രക്ഷിക്കണം. ചാക്കോച്ച, ഒരു പാപം മറ്റൊരു പാപം കൊണ്ട് ഒരിക്കലും കഴിക്കളയാൻ സാധ്യമല്ല. ഇത് മനസ്സാക്ഷിയുടെ പ്രശ്നമാണ്. ചാക്കോച്ചിന് സിമിത്തേരി വിട്ട് ഉടനെ പുറത്തു പോകണം. അച്ഛോ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പാചകം ചെയ്തു പോയി. നാളെ അത് ഈ ലോകം അറിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു കടുക്കൈക്ക് മുതിർന്നത്. അച്ഛോ, ഞാനും അച്ഛനും ഉണ്ണിയും അല്ലാതെ വേറെ ആരും അറിയിട്ടില്ല. എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. അച്ഛൻ എന്നെ രക്ഷിക്കണം. ചാക്കോച്ച, നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ആലിസിന്റെ സ്വരം ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. ഈ പാപത്തിന്റെ ശിക്ഷ ചാക്കോച്ചിന് അനുഭവിച്ചേ മതിയാവും. അച്ഛോ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, എന്നെ രക്ഷിക്കണം. ക്ഷമിച്ചു ചാക്കോച്ച, എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ മനസ്സാക്ഷി വഞ്ചിക്കില്ല. ചാക്കോച്ചൻ ദയവ് ചെയ്ത് പുറത്തു പോകൂ. ഈ പള്ളിയിലെ വികാരി എന്ന നിലയിൽ ഞാൻ ആജ്ഞാപിക്കുകയാണ്, സിമിത്തേരിയിൽ നിന്ന് പുറത്തു പോകൂ. പോകൂ. അപകടമാണ്. വരൂ. അങ്ങനെ ഒരു കൊലപാതകം മറയ്ക്കാനുള്ള എന്റെ ശ്രമത്തിൽ ഞാൻ വീണ്ടും കൊലപാതകിയായി. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അന്ന് തന്നെയാണ് ജെയിംസ് അച്ഛന്റെ വേഷം കെട്ടിയതെന്ന് അവസാനം എനിക്ക് മനസ്സിലായി. അതേ വേഷത്തിൽ തന്നെ എന്റെ എതിരാളികളെ മുഴുവൻ കൊന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ കണക്കൂട്ടി. പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു.
ജെയിംസ് അച്ഛന്റെ പേര് ഞാൻ യാചിക്കുകയാണ്.